Okay, page number 214, Industry and Trade. Listen, the Democratic Republic of Congo is the world's largest producer of industrial diamonds and cobalt. Copper accounts for about 2/3 of the country's export income. Copper, cobalt, manganese, diamonds, tin, gold, zinc, and uranium are the nation's main sources of wealth. Mining is the chief industry. Other industries include soap, cement, paper, textile, and chemicals. ഇപ്പൊ നമുക്ക് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറയുന്നത് ഒരു ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണ്. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഇൻഡസ്ട്രിയൽ ഡയമണ്ട്സ് ആൻഡ് കൊബാൾട്ട്. കൊബാൾട്ടും ഇൻഡസ്ട്രിയൽ ഡയമണ്ട്സ് ഒക്കെ ഉണ്ടാക്കിയ ഡയമണ്ട്സിന്റെയും കൊബാൾട്ടിന്റെയും ഒക്കെ ഒരു വലിയ പ്രൊഡ്യൂസർ ആണ് ആര്? നമ്മുടെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ is the largest producer or world's largest producer of cobalt and diamonds. Copper accounts for about 2/3 of the country's export income. അതായത് ആ കൺട്രിയുടെ വരുമാനം 2/3, 2/3 എന്താണ്? കോപ്പർ അക്കൗണ്ട്സ് ആണ്. കോപ്പർ അക്കൗണ്ട്സ് ഫോർ അബൌട്ട് 2/3 of the country's export income. എക്സ്പോർട്ട് ഇൻകം വരുമാനം എന്ന് പറയുന്നത് 2/3 ഏതാണ്? കോപ്പർ, ചെമ്പ് അല്ലേ. ഇനി കോപ്പർ, കൊബാൾട്ട്, മാംഗനീസ്, ഡയമണ്ട്സ്, ടിൻ, gold, zinc and uranium are the nation's main source of wealth. അതായത് ആ നാഷന്റെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ നാഷണൽ ഇൻകത്തിൽ അല്ലെങ്കിൽ മെയിൻ സോഴ്സ് ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് കോപ്പർ, കൊബാൾട്ട്, മാംഗനീസ്, ഡയമണ്ട്സ്, ടിന്ന്, ഗോൾഡ്, സിങ്ക്, യുറാനിയം. ഇതിൽ നിന്നൊക്കെയുള്ള വരുമാനമാണ് ആ നാഷന്റെ ഏറ്റവും വലിയ വരുമാനം. അപ്പൊ ഇതിൽ നിന്നൊക്കെ അതിന് വരുമാനം കിട്ടുന്നത്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയ്ക്ക് ഇതിൽ നിന്നൊക്കെ വരുമാനമുണ്ട്. കോപ്പറിൽ നിന്ന്, ഗോൾഡിൽ നിന്ന്, സിങ്ക്, ഡയമണ്ട്സ്, മാംഗനീസ്, അതുപോലെ കൊബാൾട്ട്, ഇതിൽ നിന്നൊക്കെ വരുമാനം, ഒരു വലിയൊരു വരുമാനം നമ്മുടെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയ്ക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഡയമണ്ട്സ് ആൻഡ് കൊബാൾട്ട്സ്. ദെൻ എക്സ്ട്രാ ഇൻകം ഫ്രം കൊബാൾട്ട്, കോപ്പർ, പിന്നെ ഗോൾഡ്, സിങ്ക്, ടിന്ന്, യുറാനിയം എക്സെട്ര. Next sentence, mining is the chief industry. Mining എന്ന് പറഞ്ഞാൽ എന്താ? ഖനനം അല്ലെ. ഖനനം, പെട്രോൾ ഒക്കെ മൈൻ ചെയ്തെടുക്കും, കൽക്കരി അല്ലെ. മൈനിങ് ഈസ് ദ മെയിൻ ഇൻഡസ്ട്രി, ചീഫ് ഇൻഡസ്ട്രി ഇൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ചീഫ് ഇൻഡസ്ട്രി ഏതാണ്? മൈനിങ്. Then other industries include soap, cement, paper, textile and chemicals. അപ്പം മെയിൻ ചീഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ചീഫ് ഇൻഡസ്ട്രി ഓഫ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഈസ് മൈനിങ്. Then other industries are soap industry, cement industry, paper, textile, chemicals. ഇതൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ വരുമാനം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയ്ക്ക് ഉണ്ട്. മനസ്സിലായോ? ഇപ്പൊ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയ്ക്ക് നല്ലൊരു വെൽത്ത് കിട്ടുന്നുണ്ട്. ഏതിൽ നിന്ന്? ഡയമണ്ട്സിൽ നിന്നും കൊബാൾട്ട്സിൽ നിന്നും ഒക്കെ അല്ലെ. അതോടൊപ്പം മൈനിങ് ഈസ് ദ ചീഫ് ഇൻഡസ്ട്രി. പിന്നെ അത് കൂടാതെ സോപ്പ്, ടെക്സ്റ്റൈൽസ്, മിനറൽസ്, കെമിക്കൽസ്, സിമെന്റ്, ദീസ് ആർ ദ അതർ ഇൻഡസ്ട്രീസ് ഇൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പൊ ഒന്നും കൂടെ മിസ് പറയാൻ ശ്രദ്ധിക്കുക. Democratic Republic of Congo is the world's largest producer of diamonds and cobalt. പിന്നെ അത് കൂടാതെ കോപ്പർ, മാംഗനീസ്, ഡയമണ്ട്സ്, ടിൻ, സിങ്ക്, ഗോൾഡ്, യുറാനിയം എക്സെട്ര ആർ ദ നാഷൻസ് മെയിൻ സോഴ്സ് ഓഫ് വെൽത്ത്. ഇതിൽ നിന്നൊക്കെ നല്ലൊരു വരുമാനം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയ്ക്ക് കിട്ടുന്നുണ്ട്. ഇനി അത് കൂടാതെ സോപ്പ് ഇൻഡസ്ട്രീസ്, മൈനിങ് ഈസ് ദ മെയിൻ ഇൻഡസ്ട്രി ഓഫ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. മൈനിങ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ മെയിൻ ഇൻഡസ്ട്രി ആണ്, മെയിൻ വ്യാപാരമാണ്. അത് കൂടാതെ എന്തൊക്കെയുണ്ട്? പേപ്പർ ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രി, സോപ്പ് ഇൻഡസ്ട്രി, പിന്നെ സിമെന്റ് ഇൻഡസ്ട്രി, ഇതൊക്കെ വ്യാപാരം അവിടെ നടക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നല്ലൊരു വരുമാനം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയ്ക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ്, the chief exports are copper, diamond, cobalt, rubber,
coffee, palm oil, machinery, pharmaceutical and electrical equipment. Water is plentiful in the country. The Congo River is now being used to produce electricity which is exported to neighboring countries. എന്താ പറഞ്ഞേ നോക്ക്, the chief export എന്താ? What is the difference between export and import? എന്താ മക്കളെ എക്സ്പോർട്ടും ഇമ്പോർട്ടും എന്ന് പറഞ്ഞാല്? എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ കയറ്റി അയക്ക, എക്സ്പോർട്ട് കയറ്റുമതി, ഇമ്പോർട്ട് ഇറക്കുമതി അല്ലേ? അല്ലേ? എക്സ്പോർട്ട് ചെയ്യുന്നു, കയറ്റി അയക്കുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. എങ്ങോട്ടേക്ക്? മറ്റുള്ള കൺട്രീസിലേക്ക്. മനസ്സിലായോ? അപ്പൊ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്ന് ഒരുപാട് മെറ്റീരിയൽസ്, ഒരുപാട് സാധനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക്. ഇനി അതെന്തൊക്കെയാ നോക്ക്. കോപ്പർ, ചെമ്പ്, പിന്നെ ഡയമണ്ട്സ്, കൊബാൾട്ട്, റബ്ബർ, കോഫി, പാം ഓയിൽ, machinery, pharmaceutical and electrical equipments. These are exporting from Democratic Republic of Congo. മനസ്സിലായോ? ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഇനി വാട്ടർ ഈസ് പ്ലെന്റിഫുൾ ഇൻ ദിസ് കൺട്രി. ഈ രാജ്യത്ത് ഒരുപാട് വെള്ളത്തിന് ദാരിദ്ര്യം ഉണ്ടോ അവിടെ? ഇല്ല, വെള്ളം ഒരുപാടുള്ള രാജ്യമാണ് ഏത്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. Plentiful water available in this country. The Congo River is now. ഇവിടെയാണ് ഏത്? കോങ്കോ റിവർ ഉള്ളത്. കോങ്കോ റിവർ is now being used to produce electricity. അതായത് കോങ്കോ റിവർ ഇവിടെ ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മള്? ഇലക്ട്രിസിറ്റി, കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. Which is exported to neighboring countries. കോങ്കോ റിവർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഉള്ളത് കൊണ്ട് ധാരാളം വെള്ളവും അവിടെ ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് കറണ്ട് ഉണ്ടാക്കി അടുത്തുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ വലിയൊരു എക്സ്പോർട്ടിംഗ് സിസ്റ്റം എവിടെയുണ്ട്? നമ്മുടെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഉണ്ട്. മനസ്സിലായോ? മിസ് ഒന്നും കൂടെ പറയാൻ ശ്രദ്ധിക്കുക. അപ്പൊ എക്സ്പോർട്ടിങ് കൂടുതൽ നടക്കുന്നുണ്ട് എവിടെ? നമ്മുടെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയില്. എക്സ്പോർട്ട്സ് ഏതിലൊക്കെയാ ഉള്ളത്? കോപ്പർ എക്സ്പോർട്ട് ചെയ്യുന്നു, ഡയമണ്ട്, കൊബാൾട്ട്, റബ്ബർ, കോഫി, പാം ഓയിൽ, മെഷീനറി, pharmaceutical and electrical equipments are exporting from here. Congo River is situated here. Plentiful water is available there. So electricity is producing there and exporting to neighboring countries. ഒരുപാട് വെള്ളമുണ്ട് അവിടെ, കോങ്കോ റിവർ ഉണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം എങ്ങോട്ട് അയക്കുന്നു? എങ്ങോട്ട് കയറ്റി അയക്കുന്നുണ്ട്? അടുത്തുള്ള രാജ്യങ്ങളിലേക്ക്, അവിടെ വെള്ളമില്ലാത്ത രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിച്ച് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അതും കൂടെ അവര് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? മനസ്സിലായോ? Then next one, transport and communication. Transport and communication. Listen, the Democratic Republic of Congo's size and the fact that its industries are situated deep inside the country make transport and communication മക്കളെ എന്റെ ഫോണിലെ ലാപ്ടോപ്പിൽ നിന്ന് ക്യാമറ ഓൺ ആവാത്തതാണ് കേട്ടോ. ക്യാമറ ഓഫ് ചെയ്യുന്നതല്ല, മിസ് ക്യാമറ ഓൺ ആക്കുന്നതിനനുസരിച്ച് ഓഫ് ചെയ്തു പോകുന്ന. ഇപ്പൊ നോക്ക്, അത് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക. The Democratic Republic of Congo's size and the fact that its industries are situated deep inside the country make transport and communication is major problem. The railways and roads chiefly serve the mining centers. ശ്രദ്ധിക്കുക. The Democratic Republic of Congo's size, Democratic Republic of Congoയുടെ സൈസ് എന്ന് പറയുന്നത്, സൈസ് and the fact that it is industries are situated deep inside the country, അതായത് അതിന്റെ ഉൾവശത്ത്, കൺട്രിയിൽ മുഴുവൻ
ഡീപ്പ് ഇൻസൈഡിലൊക്കെ എന്ത് നടക്കുന്നുണ്ട്? ഇൻഡസ്ട്രി നടക്കുന്നുണ്ട് അല്ലേ? ഇനി മേക്ക് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ മേജർ പ്രോബ്ലം. അതായത് കൺട്രിയുടെ ഉൾവശത്ത് കൂടി കൺട്രിയിൽ മുഴുവൻ എന്ത് നടക്കുന്നു? വ്യാപാരങ്ങൾ, ഇൻഡസ്ട്രി നടക്കുന്നു. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് പ്രോബ്ലം അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതായത് ആ കൺട്രി മുഴുവൻ എല്ലാ ഭാഗത്തും, കൺട്രിയുടെ എല്ലാ ഭാഗത്തും ഏകദേശം എന്ത് നടക്കുന്നു? ഇൻഡസ്ട്രി നടക്കുന്നു, വ്യാപാരങ്ങൾ നടക്കുന്നു. അപ്പൊ അവിടെ അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ എത്താനും ട്രാൻസ്പോർട്ട് സിസ്റ്റം എത്താനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലെ? നല്ല നല്ല ഏരിയാസിലേക്ക് എന്തെത്തുള്ളൂ? ട്രാൻസ്പോർട്ട് നടക്കുള്ളൂ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. ഉൾവശത്തൊക്കെ ഇൻഡസ്ട്രി നടക്കുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ എത്തിച്ചേരാനും അതുപോലെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയും കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഇനി റെയിൽവേസ് ആൻഡ് റോഡ്സ് ചീഫ്ലി സെർവ് ദ മൈനിങ് സെന്റേഴ്സ്. റെയിൽവേസും റോഡ്സും ഒക്കെ എങ്ങോട്ടാണുള്ളത്? മൈനിങ് സെന്റേഴ്സിലൊക്കെ ഉള്ളൂ. ഉൾവശത്തേക്കൊക്കെ അവിടെയൊക്കെ ട്രാൻസ്പോർട്ട് പ്രോബ്ലം ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഫേസിംഗ് ദർ. Listen. Democratic Republic of Congo size is very large size in Democratic Republic of Congo. Then different industries are working there. Different industries are working there. So communication problem and transport problem is facing there. Railways and roads chiefly serve the mining centers. Okay. മനസ്സിലായില്ലേ? Can I take the next paragraph? എടുത്തോട്ടെ. Water transport is very important. അവിടെ വെള്ളം, വാട്ടർ ട്രാൻസ്പോർട്ട്. എന്താ വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാല്? കപ്പല്, തോണി അല്ലെ? is very important. However, it is not easy because of the waterfalls along the river Congo. അതായത് അവിടെ വാട്ടർ ട്രാൻസ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എന്താണ്? അത് ഈസി അല്ല. ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് അല്ലെ? ഡിഫിക്കൽട്ട് ഇൻ വാട്ടർ ട്രാൻസ്പോർട്ട്. എന്തുകൊണ്ടാ? അവിടെ വാട്ടർ ഫോൾസ് അലോങ് ദ കോങ്കോ റിവർ. കോങ്കോ റിവറിൽ എന്തുണ്ട്? വെള്ളച്ചാട്ടമുണ്ട്. അതുകൊണ്ട് വെള്ളച്ചാട്ടം ഉള്ളപ്പോ നമുക്ക് അവിടെ എന്ത് എളുപ്പമല്ല? വാട്ടർ ട്രാൻസ്പോർട്ട്, കപ്പലും തോണിയൊക്കെ പോകാൻ എളുപ്പമാണോ? അല്ല അല്ലെ? അപ്പം വാട്ടർ ട്രാൻസ്പോർട്ട് ഈസ് വെരി ഇമ്പോർട്ടന്റ്, ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ബിക്കോസ് വാട്ടർ ഫോൾസ് അലോങ് ദ കോങ്കോ റിവർ. കോങ്കോ റിവറിലെ വെള്ളച്ചാട്ടം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. എന്താ റുവൈസെ പറഞ്ഞോ മോനെ? റുവൈസെ കൈ പൊക്കുന്നുണ്ടല്ലോ, പറഞ്ഞോ എന്താടാ? കേൾക്കുന്നില്ല. റുവൈസ് പറയുന്ന മിസ്സിന് കേൾക്കുന്നില്ല. റുവൈസേ, എവിടെയാ എത്തിയെന്ന് മനസ്സിലായോ? പിന്നെയും പോയോ? റുവൈസേ, വാട്ടർ ട്രാൻസ്പോർട്ട് മോനെ മിസ് ഒന്നും കൂടെ പറയാം, ശ്രദ്ധിക്കുക. വാട്ടർ ട്രാൻസ്പോർട്ട് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അവിടെ വാട്ടർ ട്രാൻസ്പോർട്ടിന് വളരെ പ്രാധാന്യമുണ്ട്. എവിടെ? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയില്. പക്ഷെ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തിന്? വാട്ടർ സർവീസ് നടത്താൻ, വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ് നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ നമ്മൾ പറഞ്ഞു കോങ്കോ റിവർ ഉണ്ട് എന്നല്ലേ? ആ കോങ്കോ റിവറിൽ വാട്ടർ ഫോൾസ് മുഴുവൻ എന്താണ്? വെള്ളച്ചാട്ടം ഉള്ളത് കൊണ്ട് അവിടെ എന്ത് നടക്കില്ല? ബുദ്ധിമുട്ടാണ്. വാട്ടർ ട്രാൻസ്പോർട്ട് നടക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത്രേ മിസ് പറഞ്ഞുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ വാട്ടർ ട്രാൻസ്പോർട്ട് കോങ്കോ റിവറിൽ, കോങ്കോ എന്ന കൺട്രിയിൽ ബുദ്ധിമുട്ടാണ്. കാരണം കോങ്കോ റിവർ ആണ് അവിടെ ഉള്ളത്. കോങ്കോ റിവറിലെ വാട്ടർ ഫോൾസ് ഉണ്ട്, വാട്ടർ ഫോൾസ് അലോങ് ദ കോങ്കോ റിവർ. സോ വാട്ടർ ട്രാൻസ്പോർട്ട് ഈസ് വെരി ഡിഫിക്കൽട്ട് ഇൻ ദാറ്റ് റീജിയൻ. ഓക്കെ, മനസ്സിലായോ റുവൈസേ? യെസ്. നെക്സ്റ്റ് പാരഗ്രാഫ്. The most important port is Matadi.
Kinshasa, the capital of Democratic Republic of Congo, is also an important river port and is connected with the Matadi, 365 kilometers away by rail. Lubu, വായിച്ചേ ലുബു വായിക്കേ. ലുബുംബഷി, കിസാങ്കനി ആൻഡ് കനക ആർ ഇമ്പോർട്ടന്റ് സിറ്റീസ്. ശ്രദ്ധിക്കാം മക്കളെ, ഒന്നും കൂടെ ശ്രദ്ധിക്കാം, മിസ് പറയാം. ദ ഇമ്പോർട്ടന്റ് പോർട്സ് ഈസ് മനാട്ടി. അവിടെയുള്ള ഇമ്പോർട്ടന്റ് പോർട്ട് തുറമുഖം എന്ന് പറയുന്നത് മറ്റാടിയാണ്. പിന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കിൻഷാസയാണ്. മനസ്സിലായോ? മറ്റാടി, അവിടെ ഇമ്പോർട്ടന്റ് പോർട്ട് എന്ന് പറയുന്നത് മറ്റാടിയാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഇമ്പോർട്ടന്റ് പോർട്ട് മറ്റാടിയാണ്. കിൻഷാസ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ക്യാപിറ്റൽ ആണ്. മനസ്സിലായോ? കിൻഷാസ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഇനി ഇവിടെ എന്തുണ്ട്? റിവർ പോർട്ട് ഉണ്ട്. മറ്റാടിയുമായി കണക്ട് ചെയ്ത ഒരു റിവർ പോർട്ട് അവിടെ ഉണ്ട്. അത് എത്ര ദൂരമുണ്ട്? 365 കിലോമീറ്റർ അവേ ആണ്. മനസ്സിലായോ? ബൈ റെയിൽ. ഇനി ലുബുംബഷി, കിസാങ്കനി, കനക ആർ ഇമ്പോർട്ടന്റ് സിറ്റീസ്. അപ്പൊ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ മെയിൻ സിറ്റീസ് ഏതൊക്കെയാ? ലുബുംബഷി, കിസാങ്കനി ആൻഡ് കനക. അപ്പൊ മിസ് ഇത്രേ പറഞ്ഞോളൂ, ശ്രദ്ധിക്ക. മറ്റാടി എന്ന് പറയുന്നത്, മറ്റാടി ഈസ് ദ ഇമ്പോർട്ടന്റ് പോർട്ട്. Then Kinshasa is the capital of Democratic Republic of Congo. Then Matadi and Kinshasa is connected with the river port. അല്ലേ? റിവർ പോർട്ടുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ സിറ്റീസ് എന്ന് പറയുന്നത് ലുബുംബഷി, കിസാങ്കനി ആൻഡ് കനക. ലുബുംബഷി, കിസാങ്കനി ആൻഡ് കനക ആർ ദ ഇമ്പോർട്ടന്റ് സിറ്റീസ് ഇൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. മനസ്സിലായില്ലേ? അവിടെ ഇത്രയേ ഉള്ളൂ, 3 കാര്യങ്ങള്. മറ്റാടി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് പോർട്ടാണ്. കിൻഷാസ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ക്യാപിറ്റൽ ആണ്. പിന്നെ ലുബുംബഷി, കിസാങ്കനി ആൻഡ് കനക ആർ ഇമ്പോർട്ടന്റ് സിറ്റീസ്. മനസ്സിലായില്ലേ? ലാസ്റ്റ് പാരഗ്രാഫ്. ദ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഡിപ്പെൻഡ്സ് ഓൺ ഫോറിൻ എയ്ഡ് ഫോർ ഡെവലപ്മെന്റ്. It has great natural wealth and can become one of the richest nations in Africa. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എപ്പോഴും എന്തിനെ ആശ്രയിക്കുന്നു? ഫോറിൻ എയ്ഡിനെ ആശ്രയിക്കുന്നു. എന്തിനെ? ഡെവലപ്മെന്റ്, വളർച്ചയ്ക്ക് വേണ്ടി ഫോറിൻ എയ്ഡിനെ ആശ്രയിക്കുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു അവിടെ എന്ത് നടക്കുന്നുണ്ട്? എക്സ്പോർട്ട് നടക്കുന്നുണ്ട് അല്ലെ? കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. കയറ്റി അയക്കണമെങ്കിൽ എന്ത് വേണം? മറ്റുള്ള കൺട്രീസുമായി നല്ലൊരു ബന്ധം വേണം അല്ലെ? അപ്പൊ നമ്മുടെ ഡെവലപ്മെന്റ്സിന് വേണ്ടി എപ്പോഴും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇന്ന് എടുത്തത് മിസ് ഒന്നും കൂടെ പറയാം. ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് ആണ്. ഇൻഡസ്ട്രി ആൻഡ് ട്രേഡിൽ നമ്മൾ പറഞ്ഞു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഡയമണ്ട്സ് ആൻഡ് കൊബാൾട്ട്. എക്സ്ട്രാ പ്രൊഡ്യൂസിംഗ് which are they? Gold, zinc, copper, manganese, diamonds, tin, etc. are producing there. Mining is the chief industry. Pinne soap, cement, paper, textile and chemicals are the other producers. Alle other products. Pinne എക്സ്പോർട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാ? അവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്, കയറ്റി അയക്കുന്നത് എന്തൊക്കെയാ? കോപ്പർ, ഡയമണ്ട്സ്, കൊബാൾട്ട്, റബ്ബർ, കോഫി, പാം ഓയിൽ, മെഷീനറി, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്. ഫാർമസ്യൂട്ടിക്കൽ എക്യുപ്മെന്റ്സും അതുപോലെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സും ഒക്കെ എവിടുന്ന് കയറ്റി അയക്കുന്നു? കോങ്കോയിൽ നിന്ന് കയറ്റി അയക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു അവിടെ വളരെ വലിയ ഒരു ഏരിയ ആണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. അവിടെ മുഴുവൻ വ്യവസായങ്ങളാണ്. അപ്പൊ വണ്ടി എത്താൻ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റിയും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അവിടെ വാട്ടർ ട്രാൻസ്പോർട്ട് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷെ വാട്ടർ ട്രാൻസ്പോർട്ട് അവിടെ അത്ര ഈസി അല്ല. കാരണം കോങ്കോ റിവർ ആണ് അവിടെ മെയിനായ റിവർ. അവിടെ വാട്ടർഫോൾസ് ഉണ്ട്. വാട്ടർഫോൾസ് ഉള്ളപ്പം വാട്ടർ ട്രാൻസ്പോർട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവിടെയുള്ള ഇമ്പോർട്ടന്റ് സിറ്റീസ് എന്ന് പറയുന്നത് ലുബുംബഷിയും പിന്നെയോ കിസാങ്കനിയും കനകയുമാണ്. ഇനി കിൻഷാസ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഓഫ് കോങ്കോയാണ്.
മറ്റാടി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് പോർട്ടാണ്. മറ്റാടി is the important port in Democratic Republic of Congo. Kinshasa is the capital of Democratic Republic of Congo. മനസ്സിലായോ മക്കളെ? മനസ്സിലായിരുന്നു? കൈപൊക്കിയേ, നന്നായി വായിക്കണം കേട്ടോ. ഏഞ്ചല്, ഷഹബാസ്, അതുൽ, ഏബൽ ബിനോയ്, അക്മയ, എഡ്വിൻ, ഹന്ന, ആദിത്യൻ, ലക്ഷ്മിപ്രിയ, ഷിസ. എന്താ ഏഞ്ചലെ? മനസ്സിലായവര് കൈ വെക്കാൻ പറഞ്ഞപ്പോ പൊക്കിയതാ. ഓക്കെ മോളെ, ഓക്കെ. അപ്പൊ ആരാ ഒന്ന് ടെക്സ്റ്റ് വായിക്കുക? Who will read the lesson loudly? ആര് വായിക്കും? Angel is ready to read. Okay, you can read now, Angel. From industry and trade. Industry and trade മുതലൊന്ന് വായിച്ചോ. അൺമ്യൂട്ട് ചെയ്തേ മോളെ. Industry and trade. The Democratic Republic of Congo is the world's largest producer of industrial diamonds and cobalt. Copper accounts for about 2/3 of the country's export income. Copper, cobalt, manganese, diamonds, tin, gold, zinc, and uranium are the nation's main sources of wealth. Mining is the chief industry. Other industries include soap, cement, paper, textile, and chemicals. The chief exports are copper, diamonds, cobalt, rubber, coffee, palm oil, machinery, pharmaceutical, and electrical equipment. Water is plentiful in this country. The Congo River is now being used to produce electricity, which is exported to neighboring countries. Transport and communication. The Democratic Stop, Angel. Next one, Adul, you can read. മോനെ അതിലെ വായിച്ചേ. Transport and communication. The transport and the communication. വായിച്ചേ. Transport. വായിക്കേ. The Democratic Republic of Congo's size and the fact that is Congo is the Congo's size and the fact that longest. എവിടെ എത്തി മോനെ? Second line. Okay, please stop. അതിലെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിപ്പിക്കും, ശ്രദ്ധിക്കണം ക്ലാസ്സിലെ. Next one, Akmaya, please read. Transport and communication മുതലൊന്ന് വായിച്ചേ Akmaya. The Democratic Republic of Congo's size and the fact that its industries are situated deep inside the country. Make transport and communication in major problem. The railways and roads chiefly
The mining countries water transport Mining is centers. very Serve the mining centers. Water transport is very important harvest. It is not easy because of the waterfalls along the river Congo. The most important port is Matadi, Kinshasa, the capital of Democratic Republic of Congo is also an important river port and is connected with Matadi. 365 kilometers away. 365 kilometers away by rail. Lubumbashi, Sangani, and Kanaga are important cities. The Democratic Republic of Congo depends on for region aid. It depends on foreign aid. For region, foreign aid for development. It has great natural wealth and can become one of the richest nations in Africa. In Africa. ആഫ്രിക്കയിലെ ഏറ്റവും രാജ്യമുള്ളൊരു അല്ലേ നല്ലൊരു വെൽത്ത് ഉള്ള രാജ്യം, അതായത് സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നതാണ് ഇത് കോങ്കോ. കാരണം അവിടെ എന്താണ് ഒരുപാട് എക്സ്പോർട്ടിങ് നടക്കുന്നുണ്ടല്ലേ. ഇനി ആരാ വായിക്കും അടുത്തത്? മുഹമ്മദ് കെ ഈസ് റെഡി. ഓക്കെ മുഹമ്മദെ, വായിച്ചോ മോനെ. ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് മുതല്. The Democratic Republic of the Congo is the world's largest producer of industrial diamonds and cobalt. Copper accounts for about two-thirds of the country's export income. Copper, cobalt, manganese, diamonds, tin, gold, zinc, and uranium are the nation's main source of wealth. Meaning is the chief industry. Other industries include soap, cement, paper, textile, and chemicals. The chief exports are copper, diamonds, cobalt, rubber, coffee, palm oil, machinery, pharmaceutical and electrical equipment. Please stop, Muhammad. അടുത്തത് ആര് വായിക്കും? ഏബൽ ബിനോയ്, please unmute and read. ഏബലെ അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഇപ്പൊ is plentiful. The Congo is now being used to produce electricity,
neighbor country. നെയ്ബറിംഗ് കൺട്രീസ് മതി മോനെ. അതേപോലെ അടുത്തത് ഹന്ന. Transport and communication. The Democratic Republic of the Congo size and the fact that its industries are instituted deep inside the country make transport and communication a major problem. The railways and roads chiefly serve the mining centers. Water transport is very important. However, it is not easy because of the waterfalls along the river Congo. Okay, please stop. Okay, please stop. Lakshmi Priya, you can read now. The most important. Sorry. The most important part is Matadi. Kinshasa, the capital of the Democratic Republic of the Congo, is also an important river path and is connected with Matadi, 365 kilometers away by rail. Lubumbashi, Kisangani, and Kanaka are important cities. Okay, please stop. Please stop. Then Shahbaz, last paragraph ഒന്ന് വായിച്ചേ മോനെ ഷഹബാസ്. The Democratic Republic of the Congo depends on foreign aid for development. Development. It has great natural wealth and can become one of the richest nation in Africa. Okay. Shisa, Fatima, please read industry and trade. Angel, കയ്യിലുള്ള സാധനം താത്തു വെച്ചേ. Okay. ടെക്സ്റ്റ് ശ്രദ്ധിക്കണേ. ഷിസ അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ മോളെ. ഷിസ unmute. ഷിസ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ? Republic of the Congo is the world's largest producer of industrial diamonds and cobalt. Industrial diamonds and cobalt. Copper contingent for about accounts for about two-thirds of the country's export income. Copper cobalt, manganese. Okay, Shisa, please stop there. Diamonds. Okay. മക്കളെ നമ്മുടെ ടൈം ഏകദേശം കഴിയാനായല്ലേ? അപ്പൊ നമ്മുടെ ലെസൺ കഴിഞ്ഞു. നിങ്ങൾ നാളത്തേക്ക് നോക്കണം. നമ്മുടെ വൺ വേർഡ്സ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. എന്നിട്ട് അത് ഗ്രൂപ്പിൽ ഒന്ന് ഇടുക കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് ഒരു 5 പ്രാവശ്യം 5 times. Read the textbook 5 times. 5 പ്രാവശ്യം തന്നെ വായിക്കുക.
ഒരുപാട് പുതിയ പുതിയ വാക്കുകളുണ്ട്, വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് 5 പ്രാവശ്യം നന്നായി ടെക്സ്റ്റ് വായിക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തനിയെ ചെയ്യാം. ഓക്കെ ഓക്കെ, ടാറ്റാ ബൈ ബൈ, സി യു. ടാറ്റാ ബൈ ബൈ.